അമേരിക്കയിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഇറാൻ യു എസ് ചർച്ചയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ചർച്ച അട്ടിമറിക്കാനും മേഖലയിൽ യുദ്ധം അടിച്ചേൽപ്പിക്കാനുമാണ് ഇസ്രായേൽ ശ്രമമെന്ന് ഇറാൻ സുരക്ഷാ മേധാവി അലി ലാരിജാനി കുറ്റപ്പെടുത്തി. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നാസർ, ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച നടക്കാനിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ വലിയ പ്രതീക്ഷ ഇരു രാജ്യങ്ങളും പങ്കുവച്ചിരുന്നു. അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി US പ്രസിഡന്റിനെ കാണുന്നത്. ഈ കൂടിക്കാഴ്ച എങ്ങനെ നോക്കിക്കാണണം? ചർച്ചയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇസ്രായേൽ ഇതുവരെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഇത് അമേരിക്ക അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? പിന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറായി ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിലാണ് ചർച്ച. ഇതിൽ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏറ്റവും വലിയ സൈനിക ശേഖരം ഇറാന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കടുത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക സ്വീകരിക്കേണ്ടത്. തികച്ചും ഏകപക്ഷീയമായി ആണവ പദ്ധതിയിൽ മാത്രം ചർച്ച പരിമിതപ്പെടുത്താൻ പാടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതാണ്. സമീപകാലത്ത് പോലും മിസൈൽ രംഗത്ത് പുതിയ പരീക്ഷണം നടത്തിയ ഇറാൻ കൂടുതൽ ദീർഘദൂര ശേഷിയുള്ള മിസൈലുകളാണ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിന്റെ അസ്തിത്വത്തെ തന്നെ തകർക്കുന്നതിന് തുല്യമാണ് എന്നതുൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എന്ന പേരിലുള്ള നിരവധി രേഖകൾ കൂടി ട്രംപിന് ഇപ്പോൾ നെതന്യാഹു കൈമാറിയതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ട്രംപിന് മുമ്പാകെ നെതന്യാഹു ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ ആണവ പദ്ധതിയിലുള്ള ഈ ചർച്ച എന്നത് ആണവ പദ്ധതി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റാനുള്ള നടപടി വേണം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ബാലിസ്റ്റിക് മിസൈലിന് അത് ഏറ്റവും കുറഞ്ഞ തോതിലേക്ക് നിജപ്പെടുത്താനുള്ള ഒരു കരാർ ഇറാനുമായിട്ട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഹിസ്ബുള്ളക്കും അതോടൊപ്പം തന്നെ ഹൂത്തികൾക്കും നൽകുന്ന സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള സഹായവും ഇറാൻ റദ്ദാക്കണം. ഈ 3 കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അതല്ല എങ്കിൽ അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായിരിക്കും ഭീഷണി സൃഷ്ടിക്കുക. ആ ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി തന്നെ ചില കടുത്ത നടപടികൾ എടുക്കാൻ തങ്ങൾ നിർബന്ധിതമാകും എന്ന സൂചന കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പെന്റഗണിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരും ചർച്ചയിൽ സന്നിഹിതരാണ്. ഇന്ന് രാവിലെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായ ജറദ് കുഷ്നർ എന്നിവരുമായിട്ടും നെതന്യാഹു ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി 1 മണിക്കൂറിലേറെ നേരം പ്രത്യേകമായിട്ടുള്ള ചർച്ചയും നടത്തിയത്. അതായത് ഈ ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ഈ ആദ്യഘട്ട പരോക്ഷ ചർച്ച അതിന്റെ തുടർച്ചകൾ ഉണ്ടാവുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള വ്യവസ്ഥകളും ഉപാധികളും മുന്നോട്ട് വെക്കണമെന്നാണ് ഇസ്രായേൽ അമേരിക്കയെ നിർബന്ധിക്കുന്നത്. അമേരിക്ക അതിനോട് ഏത് സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഈ ചർച്ച കഴിഞ്ഞ ഉടൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ട്രംപും നെതന്യാഹുവും തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കും. അതോടുകൂടി മാത്രമായിരിക്കും കാര്യങ്ങളിൽ ഒരു വ്യക്തത വരിക. പക്ഷേ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ രണ്ടാം വട്ട ചർച്ചയ്ക്കുള്ള ആ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒമാൻ, ഈജിപ്ത്, ഖത്തർ, തുർക്കി ഈ 4 മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട ആശയവിനിമയമാണ് ഇറാനുമായിട്ടും അതോടൊപ്പം തന്നെ അമേരിക്കയുമായും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വളരെ നിർണായകമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നടക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച.